ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എൻ്റെ ഡിജിറ്റൽ കോച്ചിങ് ഇൻഡസ്ട്രിയിൽ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ എൻ്റെ സ്ക്രീനിൽ ഷെയർ ചെയ്യാം. മേജർ 6 പില്ലേഴ്സ് ഓഫ് പേഴ്സണൽ ബ്രാൻഡിങ്. ഈ 6 പില്ലേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിജിറ്റൽ കോച്ചിങ് ഇൻഡസ്ട്രിയിൽ ഒരു പേഴ്സണൽ ബ്രാൻഡ്, ഒരു മാഗ്നറ്റിക് ബ്രാൻഡ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഫസ്റ്റ് വൺ ഒതൻറ്റിസിറ്റി, സെക്കൻഡ് വൺ റിലയബിലിറ്റി, തേർഡ് വൺ കോൺഫിഡൻസ്, ഫോർത്ത് വൺ വാല്യൂസ് ഡ്രിവൺ, ആൻഡ് ഫിഫ്ത്ത് വൺ കോഡ് ഓഫ് ഓണർ, സിക്സ്ത് വൺ ക്രിയേറ്റ് എ സ്റ്റോറി. ഈ 6 കാര്യങ്ങൾ കോൺസ്റ്റൻ്റായിട്ട് ഫോക്കസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മാഗ്നറ്റിക് ബ്രാൻഡ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇൻ എ ഡിജിറ്റൽ കോച്ചിങ് സ്പേസ്. ഫസ്റ്റ് വൺ ഒതൻറ്റിസിറ്റി. സ്പീക്ക് ഫ്രം ദ ഹാർട്ട്. നിങ്ങളുടെ ഓഡിയൻസിനോട് നിങ്ങൾക്ക് പറയാനുള്ളത് ഫ്രം ദി ഹാർട്ട് മീൻസ് അത്രമാത്രം ഹൃദയത്തിൽ നിന്ന് വരുന്ന രീതിയിൽ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അതിൽ സത്യം ഉണ്ടായിരിക്കണം, വെറുതെ പറയരുത്. ഷോ അപ്പ് യുവർ സെൽഫ്. നിങ്ങളെ ഷോ ചെയ്യുക, ഓഡിയൻസിൻ്റെ മുന്നിൽ നിങ്ങളെ ഷോ ചെയ്യുക മീൻസ് ഒരു തുറന്ന പുസ്തകമാക്കി വെക്കുക. നിങ്ങൾ ആരാണോ, ഏത് ബാക്ക്ഗ്രൗണ്ടാണോ, എന്താണോ അത് കൃത്യമായിട്ട് പറയുക. നെക്സ്റ്റ് വൺ, ബി ട്രാൻസ്പെറൻറ്റ്. വളരെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. പറയുന്ന വാക്കുകളിലും ചെയ്യുന്ന പ്രവൃത്തികളിലും വളരെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. ബി ട്രൂത്ത്ഫുൾ. സത്യസന്ധമായിട്ടായിരിക്കണം കാര്യങ്ങളൊക്കെ പറയേണ്ടത്. പാസ്റ്റ് ഹിസ്റ്ററി ആണെങ്കിലും പ്രസൻ്റ് ആണെങ്കിലും ഫ്യൂച്ചറിൽ കാണാൻ പോകുന്ന മിഷനായാലും അല്ല ഏത് മെസ്സേജിലാണ് നിങ്ങൾ സ്റ്റാൻഡ് ചെയ്യുന്നത്, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ടും സത്യസന്ധമായിട്ടും നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കണം. ഷെയർ യുവർ അപ്സ് ആൻഡ് ഡൗൺസ്. നമുക്കറിയാം എല്ലാവരുടെയും ജീവിതത്തിൽ ഉയർച്ചകളുണ്ട്, താഴ്ചകളുണ്ട്, ശരിയല്ലേ? ആരും ജനിക്കുന്ന ഉടനെ അല്ലെങ്കിൽ ആദ്യം ചെയ്യുന്ന സംരംഭത്തോടുകൂടി വലിയൊരു അച്ചീവ്മെൻറ്റ്സിലേക്ക് ആരും എത്തുന്നില്ല. എല്ലാവർക്കും പരാജയങ്ങളുണ്ട്, വിജയങ്ങളുണ്ട്, ശരിയല്ലേ? സോ ഷെയർ യുവർ അപ്സ് ആൻഡ് ഡൗൺസ്. നിങ്ങളുടെ ഉയർച്ചകളും താഴ്ചകളും ജീവിതത്തിലുണ്ടായ എല്ലാ കാര്യങ്ങളും വളരെ ട്രാൻസ്പെറൻ്റായിട്ട് ട്രൂത്ത്ഫുള്ളായിട്ട് നിങ്ങളുടെ ഓഡിയൻസിനോട് ഷെയർ ചെയ്യുക. ഇങ്ങനെയാണ് ഒതൻറ്റിസിറ്റി ബിൽഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ദിസ് ക്രിയേറ്റ്സ് ഇമോഷണൽ റിലേഷൻസ്. നിങ്ങൾ വളരെ സത്യസന്ധമായിട്ടും വളരെ ട്രാൻസ്പെറൻ്റായിട്ടും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളും ഓഡിയൻസും തമ്മിൽ ഒരു ഇമോഷണൽ സൈക്കോളജി ക്രിയേറ്റ് ആവും സ്വാഭാവികമായിട്ടും. കാരണം നിങ്ങൾ പറയുന്നത് വളരെ സത്യമാണെന്ന് ആർക്ക് മനസ്സിലാവും? നിങ്ങളുടെ ഓഡിയൻസിന് മനസ്സിലാവും. വെറുതെ ഒരു ഒരു സംസ്കരിച്ചെടുത്ത ഒരു കാര്യമല്ല പറയുന്നത്, മറിച്ച് നിങ്ങളുടെ ജീനിൽ നിന്നും അല്ലെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ആണ് വാക്കുകൾ വരുന്നതെന്ന് ആർക്ക് മനസ്സിലാവും? ഓഡിയൻസിന് മനസ്സിലാവും. സോ ബി ഒതൻറ്റിസിറ്റി ഇൻ നേച്ചർ. ഒരു ഒതൻറ്റിസിറ്റി ബിൽഡ് ചെയ്യുക. നെക്സ്റ്റ് വൺ, റിലയബിലിറ്റി. റിലയബിലിറ്റി. ബി കൺസിസ്റ്റൻ്റ് വിത്ത് യുവർ മെസ്സേജ്. എന്ത് മെസ്സേജാണോ നിങ്ങൾ സ്റ്റാൻഡ് ചെയ്യുന്നത്, എന്താണോ നിങ്ങൾ ഡെലിവർ ചെയ്യാൻ പോകുന്ന വാല്യൂ, അതിൽ നിങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് നിൽക്കുക. പ്രത്യേകിച്ച് ഡിജിറ്റൽ കോച്ചിങ് ഇൻഡസ്ട്രിയിൽ ഇന്നർ സർക്കിൾ, അതായത് കമ്മ്യൂണിറ്റിയിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഓഡിയൻസിലേക്ക് നിങ്ങൾക്ക് മെയിൽ അയക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതൊരു റെഗുലർ ബേസിൽ ചെയ്യുക, കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുക. കുറച്ച് കാലം ചെയ്തു, അല്ലെ ഒരു 2 ആഴ്ച ചെയ്തു, പിന്നെ ഒരു മാസം ചെയ്യുന്നില്ല. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കണ്ടിന്യൂ ഒരു റെഗുലർ ബേസിൽ നിങ്ങളുടെ ക്ലയൻസിനെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കണം. കാരണം ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും ഇതൊരു വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്.
തീർച്ചയായിട്ടും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ധാരാളം ആളുകൾ ഇവിടെ ഉണ്ട്, മാർക്കറ്റിലുണ്ട്. നിങ്ങളുടെ അതേ ഫീൽഡിലുള്ള ഒരുപാട് പേര് കോമ്പറ്റീറ്ററായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആളുകൾ മറ്റൊരു ഓപ്ഷനിലേക്ക് പോകും. അപ്പം ബി കോൺസിസ്റ്റൻറ്റ്. വാട്ട് തിങ്സ് യു സ്റ്റാൻഡ്സ് ഫോർ ബി കൺസിസ്റ്റൻറ്റ് വിത്ത് ദാറ്റ്. ഏത് കാര്യമായിട്ട് ബന്ധപ്പെട്ടാണ് നിങ്ങളുടെ മെസ്സേജസ് അതിൽ കൺസിസ്റ്റൻ്റായിട്ട് നിന്നുകൊണ്ട് റെഗുലർ ബേസിൽ അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങളുടെ ക്ലയൻസുമായിട്ട് ഒരു റിലേഷൻ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വൺ ഒതൻറ്റിസിറ്റി, സെക്കൻഡ് വൺ റിലയബിലിറ്റി. ദറ്റ് മീൻസ് ബി കൺസിസ്റ്റൻറ്റ്. നെക്സ്റ്റ് വൺ കോൺഫിഡൻസ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കോൺഫിഡൻസ്. അതായത് യുവർ വൈബ്സ് അട്രാക്ട്സ് യുവർ ഓഡിയൻസ്. നിങ്ങളുടെ ആ ഒരു എനർജി ലെവൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മാനസിക നില, അല്ലെങ്കിൽ നിങ്ങൾ ഡെലിവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വാല്യൂ, അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഓഡിയൻസിനെ സ്വാധീനിക്കും. ഒരു ഒരു വേവ്സ് ബിൽഡ് ചെയ്യും നിങ്ങളും ഓഡിയൻസും തമ്മിൽ. അങ്ങനെയാണ് ഒരു ഓഡിയൻസ് ഇൻഫ്ലുവൻസ് ബിൽഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഒരു വൈബ്സ് അവർക്ക് ഫീൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ബി ട്രൂത്ത്ഫുൾ ആയിരിക്കണം, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, ഹൃദയത്തിൽ നിന്നായിരിക്കണം നിങ്ങളുടെ വാക്കുകൾ വരുന്നത്. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഓഡിയൻസിനെ നിങ്ങൾക്ക് റീച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ, ടച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇമോഷണലി അവരുമായിട്ട് മിങ്കിൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ബി കോൺഫിഡൻറ്റ്. യുവർ വൈബ്സ് അട്രാക്ട്സ് യുവർ ഓഡിയൻസ്. യുവർ വേ ഓഫ് ടീച്ചിങ് ആൻഡ് പ്രസൻറ്റേഷൻ. നിങ്ങളുടെ ടീച്ചിങ് സ്റ്റൈലും നിങ്ങളുടെ പ്രസൻറ്റേഷൻ സ്റ്റൈലും നിങ്ങളുടെ ഓഡിയൻസിന് കൂടുതൽ കോൺഫിഡൻസ് കൊടുക്കുന്നതായിരിക്കണം. കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മോട്ടിവേഷൻ, നമുക്കറിയാം ധാരാളം മോട്ടിവേഷൻ ക്ലാസ്സസ് ഉണ്ട്, അല്ലെങ്കിൽ മോട്ടിവേഷൻ പ്രോഗ്രാംസ് ഉണ്ട്. ആ ഒരു സെഗ്മെൻ്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് നമുക്കറിയാം കോമൺ മാർക്കറ്റിൽ എല്ലാവരും കൊടുക്കുന്ന അല്ലെങ്കിൽ എല്ലാ മാർക്കറ്റിംഗ് സെഗ്മെൻറ്റിലും കൊടുക്കുന്ന കോമൺ ഒരു കാര്യമാണ് മോട്ടിവേഷൻ. ഒരിക്കലും അതല്ല. യുവർ വേ ഓഫ് ടീച്ചിങ് ആൻഡ് പ്രസൻറ്റേഷൻ. നിങ്ങളുടെ വാക്കുകളിൽ അവർക്ക് വിശ്വാസം തോന്നണമെങ്കിൽ എന്തായിരിക്കണം? പറയുന്ന കാര്യങ്ങൾ സത്യം ഉണ്ടായിരിക്കണം, പറയുന്ന കാര്യം ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, ഫ്രം ദി ഹാർട്ട് ആയിരിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ എങ്കിൽ മാത്രമേ ഒരു വൈബ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷെയർ യുവർ സ്റ്റോറി എഗെയിൻ ആൻഡ് എഗെയിൻ. വീണ്ടും നിങ്ങൾ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരാനും നിങ്ങളുടെ മെസ്സേജ് എന്താണെന്ന് നിങ്ങൾ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം. എല്ലാ ആഴ്ചയിലും, അല്ലെങ്കിൽ അതിനൊരു കൃത്യമായിട്ടൊരു സിസ്റ്റം ഉണ്ടാക്കിയിട്ട് ആ ഒരു കൃത്യമായ ദിവസത്തിൽ, അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക പീരീഡ് ആകുമ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം. ഞാൻ സ്റ്റാൻഡ് ചെയ്യുന്നത് ഇന്ന മെസ്സേജാണ്, എനിക്ക് ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനുണ്ട്, അല്ലെ ഈ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യാനുണ്ട്, ഞാൻ ഈ മെസ്സേജിൽ സ്റ്റാൻഡ് ചെയ്തിരിക്കുന്നു, അല്ലേ, എൻ്റെ മിഷൻ ഇങ്ങനെയാണ്. ഇത് കൃത്യമായിട്ട് അവർക്ക് ഫീൽ ചെയ്യണം. ആ ഒരു കോൺഫിഡൻസ് കൊടുത്തുകൊണ്ടേയിരിക്കണം, കണ്ടിന്യൂ, റെഗുലർ ബേസിൽ. സോ ബി കോൺഫിഡൻറ്റ്. ഫസ്റ്റ് വൺ ഒതൻറ്റിസിറ്റി, റിലയബിലിറ്റി, തേർഡ് വൺ കോൺഫിഡൻസ്. നെക്സ്റ്റ് വൺ ഈസ് വാല്യൂസ് ഡ്രിവൺ. വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. മസ്റ്റ് ക്രിയേറ്റ് കോർ വാല്യൂസ്. നിങ്ങൾക്ക് ഒരു സെറ്റ് ഓഫ് കോർ വാല്യൂസ് നിങ്ങൾക്ക് ഉണ്ടാവണം. ആ ഒരു വാല്യൂസ് നിങ്ങളുടെ ഓഡിയൻസിലേക്ക് പാസ് ചെയ്യാനായിട്ട് സാധിക്കണം. നിങ്ങൾ ആ വാല്യൂസിൽ ബേസ് ചെയ്ത് വേണം നിങ്ങളുടെ എല്ലാ മെസ്സേജും അവരിലേക്ക് എത്തിക്കാനായിട്ട്. ഏത് ടീച്ചിങ്സ് കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾ സ്റ്റാൻഡ് ചെയ്ത് നിൽക്കേണ്ട നിങ്ങളുടെ വാല്യൂ സിസ്റ്റം ഉണ്ടായിരിക്കണം. അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അത് വരുന്നുണ്ട്, കോഡ് ഓഫ് ഓണറിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റിൽ ഞാൻ അതിനെക്കുറിച്ച് പറയാം. വിച്ച് യു ആർ ബിലീവിങ്. നിങ്ങൾ ഏത് മെസ്സേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്, അത് നിങ്ങൾക്കാദ്യം അതിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വാല്യൂ ഡെലിവറി ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ത്രൂ യുവർ കോണ്ടൻറ്റ് വാട്ട് യു സ്റ്റാൻഡ്സ് ഫോർ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ റൈറ്റപ്പ് ഇതിലൂടെ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്പീച്ചസ് ഇത് അവരിലേക്ക് എത്തണമെങ്കിൽ
നിങ്ങളുടെ കോണ്ടൻറ്റിൽ നിങ്ങളുടെ വാല്യൂസ് ഉണ്ടായിരിക്കണം. നിങ്ങളെ ഫോക്കസ് ചെയ്യുന്ന, നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന വാല്യൂസ് നിങ്ങൾക്ക് ഉണ്ടാവണം. അത് കൃത്യമായിട്ട് അവരിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. സോ വാല്യൂസ് ഡ്രിവൺ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് വൺ, കോഡ് ഓഫ് ഓണർ. കോഡ് ഓഫ് ഓണർ. പ്രിപ്പയർ എ കോർ ഓഫ് വാല്യൂസ് യു ആർ ബിലീവിങ്. നിങ്ങൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആ ഒരു സിസ്റ്റം ബേസ്, ആ ഒരു മെസ്സേജ് അടിസ്ഥാനമാക്കി നിങ്ങൾ കുറച്ച് വാല്യൂസ് ബിൽഡ് ചെയ്യണം. ബി ട്രാൻസ്പെറൻറ്റ്, ബി ട്രൂത്ത്ഫുൾ, ഓർ കോൺട്രിബ്യൂഷൻ, ഇൻറ്റഗ്രിറ്റി, കമ്പാഷൻ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ സ്റ്റാൻഡ് ചെയ്യുന്ന വാല്യൂസ് ഏതാണോ അത് നിങ്ങൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യണം. കോഡ് ഓഫ് ഓണർ ബേസ്ഡ് ഓൺ യുവർ മെസ്സേജ് ടു ദി ഓഡിയൻസ്. എല്ലാം നിങ്ങൾ ഡെലിവർ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന മെസ്സേജുമായിട്ട് ബന്ധമുള്ളതായിരിക്കണം നിങ്ങളുടെ വാല്യൂസ്. അല്ല നിങ്ങളുടെ മിഷനുമായിട്ട്, നിങ്ങളുടെ വിഷനുമായിട്ട് ബന്ധമുള്ളതായിരിക്കണം നിങ്ങളുടെ വാല്യൂസ്. വാട്ട് യു സ്റ്റാൻഡ്സ് ഫോർ? റിലേറ്റ് ടു യുവർ കമ്മിറ്റ്മെൻറ്റ്സ് ടു ദി ഓഡിയൻസ് ആൻഡ് ബേസ്ഡ് ഓൺ യുവർ ഹോൾ ടീച്ചിങ്സ്. നിങ്ങളുടെ ടീച്ചിങ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ബ്ലോഗുകൾ, നിങ്ങളുടെ മെസ്സേജസ് എന്ത് തന്നെയായാലും എല്ലാത്തിനും ബേസ് നിങ്ങളുടെ വാല്യൂ സിസ്റ്റം ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു കോഡ് ഓഫ് ഓണർ നിങ്ങൾ ബിൽഡ് ചെയ്യണം. എൻ്റെ കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി യുണീക്ക് ആയിരിക്കണം. ഞാൻ എൻ്റെ ഡിജിറ്റൽ കോച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ വാല്യൂസ് ബി യുണീക്ക് ആയിരിക്കണം, ബി ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. ഇങ്ങനെ കുറച്ച് പോയിൻറ്റ്സാണ് എനിക്കുള്ളത്. സോ ഇതുപോലെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു കോഡ് ഓഫ് ഓണർ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. നെക്സ്റ്റ് വൺ, ക്രിയേറ്റ് എ സ്റ്റോറി. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ക്രിയേറ്റ് എ സ്റ്റോറി. നിങ്ങളുടെ പേഴ്സണാലിറ്റിയുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു സ്റ്റോറി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങളിൽ നിന്ന് വെളിച്ചത്തിൽ വേണം നിങ്ങൾ ആ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ. എങ്കിൽ മാത്രമേ അതിന് മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. വെറുതെ ഇല്ലാത്ത കാര്യം ഒരു കഥയായിട്ട് മെനഞ്ഞിട്ട് ഒരു കാര്യമില്ല. സോ കൺവേ യുവർ പേഴ്സണാലിറ്റി. നിങ്ങളുടെ പേഴ്സണാലിറ്റിയായിട്ട് എന്താ പറയുക, മാച്ച് ചെയ്യുന്ന ഒരു അനുഭവം നിങ്ങൾ നിങ്ങളുടെ ഓഡിയൻസിനോട് ഷെയർ ചെയ്യണം. അതായിരിക്കണം നിങ്ങളുടെ മെയിൻ സ്റ്റോറി. ക്രിയേറ്റ് എ കംപ്ലീറ്റ് ഇമേജ് ഓഫ് യു. നിങ്ങളുടെ ഒരു കംപ്ലീറ്റ് പിക്ചർ അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം ത്രൂ യുവർ സ്റ്റോറി. നിങ്ങളുടെ സ്റ്റോറിയിൽ നിന്ന് നിങ്ങളുടെ കംപ്ലീറ്റ് പിക്ചർ, നിങ്ങളാരാണ്, നിങ്ങളെന്താണ്, നിങ്ങളുടെ വിഷൻ എന്താണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ വാല്യൂസ് എന്താണ്, കൃത്യമായിട്ടുള്ള വളരെ ട്രാൻസ്പെറൻറ്റ് ക്ലിയർ കട്ടായിട്ടുള്ള ഒരു ഇമേജ് നിങ്ങൾക്ക് നിങ്ങളുടെ ഓഡിയൻസ് കൊടുക്കാനായിട്ട് സാധിക്കണം ത്രൂ യുവർ സ്റ്റോറി. റിലേറ്റ് ടു യുവർ മിഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതായിരിക്കണം ആ സ്റ്റോറി. ഇമോഷണൽ ടച്ച് ഉണ്ടായിരിക്കണം. സ്റ്റോറിക്ക് ഒരു ഇമോഷണൽ ടച്ച് ഉണ്ടാവണം. തീർച്ചയായിട്ടും ഉണ്ടാവും. നിങ്ങളത് ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് നിങ്ങളൊരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിലൊരു വാല്യൂ സിസ്റ്റം ഉണ്ടായിരിക്കും, ഒരു ബിലീവ് സിസ്റ്റം ഉണ്ടായിരിക്കും. സംതിങ് ഈസ് ദെയർ, റൈറ്റ്? അത് ഒന്ന് ഡെവലപ്പ് ചെയ്താൽ മതി. ഒന്ന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. എൻ്റെ ഡിജിറ്റൽ ഇൻകം മാസ്റ്ററി കോഴ്സിൽ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എങ്ങനെയാണ് പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഫ്രം ദി ഹാർട്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടിയായിരിക്കണം ആ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യേണ്ടത്. കാരണം അത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ രൂപം, ആ സ്റ്റോറി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ രൂപം അവർക്ക് മനസ്സിലാവണം. അത്രമാത്രം വൈബ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. ഇറ്റ് ക്യാൻ ഫീൽ യുവർ ഓഡിയൻസ്. നിങ്ങളുടെ ഓഡിയൻസിന് അത് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കണം. അവിടെയാണ് ഒരു പേഴ്സണൽ ബ്രാൻഡിൻ്റെ അല്ല ഒരു വ്യക്തിയുടെ വിജയം. അവിടെയാണ് നമുക്കറിയാം ഇങ്ങനെ ധാരാളം ആളുകൾ, വ്യക്തികളെ, ലോക ജനതയെ സ്വാധീനിച്ച ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്.
പെട്ടെന്ന് ഓർമ്മ വരുന്നത് ആപ്പിളിൻ്റെ ഫൗണ്ടർ സ്റ്റീവ് ജോബ്സ്, അതുപോലെ ഇപ്പോഴുള്ള എലോൺ മസ്ക്, ജെഫ് ബിസോസ്, ഇതുപോലുള്ള ആളുകളെയാണ് പെട്ടെന്ന് നമുക്ക് ഓർമ്മിക്കാനായിട്ട് സാധിക്കുന്നത്. ധാരാളം ആളുകളുണ്ട്. എന്നാൽ ഡിജിറ്റൽ കോച്ചിങ് ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടതും അതുമായിട്ട് ഗ്ലോബൽ ഇൻഫ്ലുവൻസ്, ലോകത്തിലുള്ള ലക്ഷക്കണക്കിന് ആൾക്കാരല്ലേ ആയിരക്കണക്കിന് ആളുകളെ സ്വാധീനിക്കാനായിട്ട് സാധിച്ച ഡിജിറ്റൽ മാസ്റ്റേഴ്സിനെ കുറിച്ച് ഞാനൊന്ന് പറയാം. കോച്ചിങ് ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ ഉള്ളൂ ഞാനിവിടെ പറയുന്നുള്ളൂ. കാരണം വേറെ ഒരുപാട് പേരുണ്ടല്ലോ, നമുക്കറിയാം പല സെക്ടറിൽ ഗ്ലോബലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. എന്നാൽ ഞാൻ കോച്ചിങ് ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ ഇവിടെ മെൻഷൻ ചെയ്യുന്നുള്ളൂ. ഗാരി വി അറിയാത്തവർ ഒരുപക്ഷെ കോച്ചിങ് ഇൻഡസ്ട്രിയിൽ തന്നെ കാണുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹം ഒരു പബ്ലിക് സ്പീക്കറാണ്. ഗാരി വെനർചക്ക്, അദ്ദേഹത്തിൻ്റെ ഗൂഗിളിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, അല്ല യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി, അല്ല പോഡ്കാസ്റ്റ് നോക്കിയാൽ മതി. എല്ലാ മേഖലകളിലും അദ്ദേഹം സജീവമാണ്. അദ്ദേഹം എപ്പോഴും കോണ്ടൻറ്റ് എന്ന് പറയും. അദ്ദേഹം കോണ്ടൻറ്റ് ജനങ്ങളിലേക്ക്, അല്ലെ അദ്ദേഹത്തിൻ്റെ ഓഡിയൻസിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ദിനം പ്രതി, കണ്ടിന്യൂസ്. എന്നാൽ ആ ഒരു കണ്ടിന്യൂസ് എൻഗേജ്മെൻറ്റിലൂടെയാണ് ശരിക്കും ഗാരി വിയെ പോലുള്ളൊരു ഗ്ലോബൽ ഇൻഫ്ലുവൻസർ ഡെവലപ്പ് ചെയ്ത് തന്നെ സൃഷ്ടിക്കപ്പെട്ടത് തന്നെ അങ്ങനെയാണ്. കണ്ടിന്യൂ എൻഗേജ്മെൻറ്റ് ത്രൂ സോഷ്യൽ മീഡിയ ആൻഡ് ഓൺലൈൻ പ്ലാറ്റ്ഫോം ഓൾ കണ്ടിന്യൂ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മളത് അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. റിലയബിലിറ്റിയിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു, എൻഗേജ്മെൻറ്റിൻ്റെ. നെക്സ്റ്റ് വൺ സാം ഓവൻ. ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ ഞാൻ കാണാറുണ്ട്. സാം ഓവൻ, അദ്ദേഹം consulting.com എന്ന കമ്പനിയുടെ ഫൗണ്ടറാണ്. വളരെ വ്യത്യസ്തമായ ആശയങ്ങളുള്ള ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ വൻ മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ച വ്യക്തിയാണ് സാം ഓവൻസ്. സോ അദ്ദേഹം ഒരു ഗ്ലോബലി ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. നെക്സ്റ്റ് വൺ പാറ്റ് ഫ്ലിൻ പോഡ്കാസ്റ്റ്, ഡിജിറ്റൽ പ്രോഡക്ട്സ്, ഇതിലൊക്കെ വളരെ ഫേമസ് ആണ് പാറ്റ് ഫ്ലിൻ. ഫോബ്സ് മാഗസിനൊക്കെ റിപ്പോർട്ട് ചെയ്ത അതാണ് അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിൾ അദ്ദേഹത്തെക്കുറിച്ചൊക്കെ. അപ്പോൾ അത്ര വളരെ വലിയൊരു പേഴ്സണാലിറ്റിയാണ് പാറ്റ് ഫ്ലിൻ. ജോൺ ലീ ഡുമാസ്, അദ്ദേഹം പോഡ്കാസ്റ്റിൻ്റെ ലോകത്തിലെ തന്നെ നമ്പർ 1 പോഡ്കാസ്റ്ററാണ് ജോൺ ലീ ഡുമാസ്. സോ അദ്ദേഹം ഗ്ലോബലി മില്യൺസ് ഓഫ് പീപ്പിളിനെ അദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റിങ്ങിലൂടെ സ്വാധീനിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഗാരി വി പബ്ലിക് സ്പീക്കിങ്ങിലൂടെ, സാം ഓവൻ കൺസൾട്ടിങ്ങിലൂടെ, ത്രൂ കൺസൾട്ടിങ്ങിലൂടെ എങ്ങനെയാണ് ഒരു ബിസിനസ് ബിൽഡ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹത്തിൻ്റെ ഓഡിയൻസിലേക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ വലിയൊരു കമ്മ്യൂണിറ്റി അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അദ്ദേഹം കൺസൾട്ടിങ്ങിൽ, പാറ്റ് ഫ്ലിൻ പോഡ്കാസ്റ്റിങ്ങിൽ, ഡിജിറ്റൽ പ്രോഡക്ട്സിൽ, ജോൺ ലീ ഡുമാസ് പോഡ്കാസ്റ്റ്. നെക്സ്റ്റ് വൺ നീൽ പട്ടേൽ ബ്ലോഗ് റൈറ്റിങ്ങിൽ, അതുപോലെ SEO സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനിലൊക്കെ വളരെ ഗ്രാഹ്യമുള്ള വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ച വ്യക്തിയാണ് അദ്ദേഹം. ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ വൻ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു ത്രൂ ബ്ലോഗ് ആൻഡ് SEO. നെക്സ്റ്റ് വൺ വിക്സ് റൈസസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പ്രത്യേകതയുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് വിക്സ് റൈസസ്. കാരണം അദ്ദേഹം ലോകത്ത് നമുക്കറിയാം ധാരാളം ആളുകളുടെ ട്രാഫിക് ക്രിയേറ്റ് ചെയ്യുന്നു, ട്രാഫിക് ജനറേഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ വേൾഡിലെ തന്നെ നമ്പർ 1 ട്രാഫിക് ജനറേറ്റ് ചെയ്യുന്നതിൽ നമ്പർ 1 ആണ് വിക്സ് റൈസസ്. അമേസിംഗ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണ്. അദ്ദേഹത്തിന് ഏതാണ്ട് 3 ലക്ഷത്തോളം വരുന്ന ഒരു കമ്മ്യൂണിറ്റി അദ്ദേഹത്തിന് ബിൽഡ് ചെയ്യാനായിട്ട് സാധിച്ചു. നെക്സ്റ്റ് വൺ സിദ്ധാർത്ഥ് രാജശേഖർ, മറ്റാരുമല്ല എൻ്റെ മെൻറ്ററാണ്. അദ്ദേഹം ഡിജിറ്റൽ പ്രോഡക്ട്സ്, അദ്ദേഹത്തിൻ്റേതായ ഒരു സിസ്റ്റം അദ്ദേഹം ബിൽഡ് ചെയ്തു, ഫ്രീഡം ബിസിനസ് മോഡൽ. ഇന്ന് 11,000-ലധികം വ്യക്തികൾ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റിയിൽ പെയ്ഡ് കസ്റ്റമേഴ്സായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ, നൂറുകണക്കിന് ആളുകളുടെ ജീവിതത്തിൽ വലിയ ചേഞ്ചസ് ഉണ്ടാക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹം ഒരു ഡിജിറ്റൽ കോച്ചാണ്, ഒരു പബ്ലിക് സ്പീക്കറാണ്, അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു ഓതറാണ്. അദ്ദേഹത്തിൻ്റെ പുതിയ ബുക്ക് റിലീസാവാൻ പോകുന്നു, യു ക്യാൻ കോച്ച്.
23 ഈ മാസം 23 റിലീസ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇങ്ങനെ ഗ്ലോബലി സ്വാധീനിച്ച ഡിജിറ്റൽ കോച്ചിങ് ഇൻഡസ്ട്രിയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വാർത്തെടുക്കാനായിട്ട് സാധിച്ച വ്യക്തികളാണ് ഇവരൊക്കെ. സോ ഇതാണ് ഡിജിറ്റൽ പേഴ്സണൽ ബ്രാൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. ഇവരൊക്കെ ഇവരുടെ തന്നേതായ ഒരു പേഴ്സണൽ ബ്രാൻഡ് ഇവർക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അവരുടെ സ്പേസിൽ അവർ ഡെലിവർ ചെയ്യുന്ന മെസ്സേജുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കൊരു സ്പേസ് ജനങ്ങളുടെ ഇടയിൽ, അവരുടെ ഓഡിയൻസിൻ്റെ ഇടയിൽ അവർക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് അവരുടെ വിജയം. കാരണം എൻ്റെ മെൻറ്റർ സിദ്ധാർത്ഥ രാജശേഖർ, അദ്ദേഹത്തിന് ഈ വരുന്ന 23-ാം തീയതി അദ്ദേഹത്തിൻ്റെ ബുക്ക് റിലീസിംഗ് ആണ്. ഓൾറെഡി ആയിരക്കണക്കിന് ആൾക്കാർ ആ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ആലോചിച്ച് നോക്കി. പത്രത്തിൽ എന്തുകൊണ്ട് ആളുകൾ ഇറങ്ങാൻ പോകുന്ന ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഇറങ്ങാൻ പോകുന്ന ഒരു ബുക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ആളുകളിൽ വൻ മാറ്റങ്ങൾക്ക് പര്യാപ്തമാവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം സ്റ്റീവ് ജോബ്സിൻ്റെ ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി, ആപ്പിൾ ഒരു പ്രോഡക്റ്റ് ഇപ്പം iPhone 13 അല്ലേ 12 Pro Max കഴിഞ്ഞ് ഇപ്പം 13 റിലീസ് ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്ത വന്നു കഴിഞ്ഞു. ആളുകൾ ബുക്ക് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുക. ആലോചിച്ച് നോക്കി. ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തെ എല്ലാവരും. എന്തുകൊണ്ടാണ്? അവർ ബേസ് ചെയ്യുന്നൊരു വാല്യൂ സിസ്റ്റമുണ്ട്. ഒരു വാല്യൂ സിസ്റ്റം, ഒരു പേഴ്സണൽ ബ്രാൻഡ് അവർക്ക് അദ്ദേഹത്തിൻ്റെ ജനങ്ങളുടെ ഇടയിൽ ബിൽഡ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ആ ഒരു കമ്പനിയുടെ വിജയം. കമ്പനിയുടെ വിജയം തന്നെ അതാണ്. ആ ഒരു വ്യക്തിയുടെ ക്വാളിറ്റിയാണ് കമ്പനിയുടെ വിജയം. സോ ബി എ മാഗ്നറ്റിക് ബ്രാൻഡ്. ഡിജിറ്റൽ കോച്ചിങ് ഇൻഡസ്ട്രിയിൽ വളരെ വിപ്ലവകരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. 2025 ഇതൊരു $1 ബില്യൺ ഇൻഡസ്ട്രി, $multi-billion ഇൻഡസ്ട്രി ആയിട്ട് മാറുകയാണ്. നിങ്ങൾ ഇതിൻ്റെ ഭാഗമാകാൻ ശ്രമിക്കുന്നുവെങ്കിൽ, ഭാഗമാകാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അപ്ഡേഷൻസ് എല്ലാ വീക്കിലും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ചാനലിൻ്റെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്ത ഒരു വീഡിയോയുമായിട്ട് നെക്സ്റ്റ് ഡേയിൽ കാണാം. Wish you all the success. Thank you.